ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് അല്പസമയത്തിനകം കൊച്ചിയിലെ ലുലു ബോൾഗോട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ തുടക്കമാകും. സമ്മിറ്റിന് ചുക്കാൻ പിടിക്കുന്ന കേരളത്തിന്റെ വ്യവസായ മന്ത്രി പി രാജീവ് 24-നൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഇന്ന് താങ്കൾക്കും ഇന്നും നാളെയും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്, തിരക്കാണെന്ന് എനിക്കറിയാം. എന്തായാലും ഈ ഒരു സമ്മിറ്റിലൂടെ ഒരുപക്ഷെ ഒരുപാട് നിക്ഷേപകർ, എനിക്കൊന്ന് 26 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സമ്മിറ്റിലൂടെ താങ്കൾ അല്ലെങ്കിൽ ഈ മന്ത്രിസഭ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? കേരളത്തിന്റെ ഒരു സ്വഭാവം, മുഖം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആക്ച്വലി വി ആർ ട്രാൻസ്ഫോം ദ സ്റ്റേറ്റ് ഇൻ ടു എ ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ്. അതാണ് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. നേരത്തെ സ്കേൻ ചൂണ്ടിക്കാട്ടിയതുപോലെ 26 രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ തന്നെ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിനൊപ്പം നയതന്ത്ര പ്രതിനിധികൾ തന്നെ പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇപ്പോൾ 3000-ലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഏകദേശം 6000-ഓളം ഓൺലൈൻ അപേക്ഷകൾ വിത്ത് പ്രൊജക്ട് പ്രപ്പോസൽസ് വന്നിരുന്നു. നമ്മളൊരു 3000-നകത്ത് വെച്ച് നിയന്ത്രിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതുകൂടാതെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സ്പീക്കേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ വ്യവസായ യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്രഘട്ടമായി ഈ സമ്മിറ്റ് മാറും. കൂടുതൽ നിക്ഷേപങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് യാഥാർത്ഥ്യബോധമുള്ള നിക്ഷേപങ്ങളിലാണ്, റിയലിസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലാണ്. അത് നമ്മുടെ കേരളത്തിന്റെ വ്യവസായ വളർച്ചയിലെ ഒരു നിർണായക ഘട്ടമായി തന്നെ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണ ഈ സമ്മിറ്റിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ 2 കേന്ദ്രമന്ത്രിമാർ ഇന്നലെ തന്നെ എത്തിച്ചേർന്നു. പ്രതിപക്ഷ നേതാവും ഉപനേതാവും പങ്കെടുക്കുന്നുണ്ട്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ മന്ത്രിമാർ ഏതെങ്കിലും ഒരു സമയം ഈ സമ്മിറ്റിൽ എത്തുന്നുണ്ട്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥ സംഘം ഈ 2 ദിവസവും സമ്മിറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഗവർണർ ഇതിന് ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് കേരളത്തിലേക്ക് കൂടുതൽ വ്യവസായം കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. മാധ്യമങ്ങളും നൽകി വരുന്ന പിന്തുണയ്ക്ക് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. മിനിസ്റ്റർ, ഈ പുതിയ കമ്പനികൾ കേരളത്തിലേക്ക് വരാൻ ഇതുവരെ വരാത്ത കമ്പനികൾ, ഏതെങ്കിലും കമ്പനികൾ ഇതിനകം സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും വലിയ കമ്പനികൾ തന്നെ. ഇപ്പൊ നമ്മൾ ഇതൊരു സ്റ്റാൻഡ് അലോൺ ഇവന്റ് അല്ല, ഒറ്റയ്ക്ക് ഒരു ഇവന്റ് മാനേജ്മെന്റ് പരിപാടിയായിട്ടല്ല ഇത് നടത്തുന്നത്. ഇത് യഥാർത്ഥത്തിൽ 2021 മുതൽ 25 ഈ ഇവന്റ് നടത്തണമെന്ന ഡേറ്റ് നിശ്ചയിച്ചിട്ട് ഞങ്ങൾ നടത്തിയ പരിപാടികളുടെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. നമ്മുടെ 48ഓളം പ്രിപ്പറേറ്ററി പ്രോഗ്രാംസ് നടത്തി. റോഡ് ഷോ, അതുപോലെ കോൺക്ലേവ്, സെക്ടർ വൈസ് മീറ്റിംഗ്സ്, റൗണ്ട് ടേബിൾ, ഇതെല്ലാം നടത്തിയതിന്റെ തുടർച്ചയിലാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ ഓരോ സെക്ടറിൽ നിന്നും ഏതെല്ലാം കമ്പനികൾ വരാൻ കഴിയും. അതിൽ വിഴിഞ്ഞത്തിന്റെ പൊട്ടൻഷ്യലുണ്ട്, കൊച്ചിയുടെ IT സാധ്യതകളുണ്ട്, പാലക്കാട് ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ സാധ്യതയുണ്ട്. അപ്പോൾ നിരവധി വിദേശ കമ്പനികൾ ഇപ്പോൾ സെമി കണ്ടക്ടറിൽ ഇപ്പോൾ ഡിസൈൻ, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ PCB മാനുഫാക്ചറിങ്, മെഡിക്കൽ ഡിവൈസ് മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ മാരിടൈം മേഖലയിലെ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെതായിട്ടുള്ള പ്രപ്പോസൽസ്, ഷിപ്പ് റിപ്പയറിങ്ങിന്റെ പ്രപ്പോസൽ, അങ്ങനെ നോർവ, ജർമ്മനി, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇങ്ങനെയുള്ള കാനഡ, മലേഷ്യ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ അവരുടെ താല്പര്യം ഇത്തരത്തിലുള്ള യോഗങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു EOE ആയി, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ഈ സമ്മിറ്റിൽ മാറും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ ഒരു കക്ഷി രാഷ്ട്രീയം ഇതുപോലെ പ്രതിഫലിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. മാത്രമല്ല പ്രതിപക്ഷമൊക്കെ തന്നെ വളരെ സ്നേഹത്തോടെയും വളരെ പ്രതീക്ഷയോടും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നറിയുന്നു. മാത്രമല്ല ഇതേ സമയം UDF കാലത്തെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ അന്നത്തെ പ്രതിപക്ഷമായിരുന്ന LDF ബഹിഷ്കരിച്ചിരുന്നു. അതൊന്നും ഓർക്കാതെ പ്രതിപക്ഷം എന്ന് നിങ്ങളെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ പ്രതിപക്ഷത്തോട് എന്താണ് പി രാജീവ് പറയുന്നത്? അല്ല, നമ്മളെല്ലാവരും ചേർന്നാണ് നടത്തേണ്ടത്. നേരത്തെ നിങ്ങളും ഞങ്ങളും എന്ന രീതിയിൽ സംഘടിപ്പിച്ച കാലത്തുനിന്ന് മാറി നമ്മൾ ഒന്നിച്ച് സംഘടിപ്പിക്കുന്ന ഒരു സമ്മിറ്റിലേക്ക് എത്തി. അതിന് ഞങ്ങൾ സംരംഭക സമൂഹത്തോട് പ്രധാനപ്പെട്ട ഒരു നന്ദി രേഖപ്പെടുത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ചുമതല എടുത്തതിന് ശേഷം 5000-ഓളം ഇൻവെസ്റ്റേഴ്സുമായി പലതരത്തിലുള്ള മീറ്റിങ്ങുകളിലൂടെ ഇന്ററാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ലേണിംഗ് പ്രോസസ്സായിരുന്നു. അവരിൽ നിന്ന് കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള കുറേ സ്റ്റെപ്സ് എടുത്തിരുന്നു. ആ സ്റ്റെപ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റാണ് ഒരു ഒമിനിബസ് ലെജിസ്ലേഷൻ, എല്ലാ നിയമങ്ങളും ഭേദഗതി ചെയ്തുള്ള ഒറ്റ നിയമത്തിലൂടെ
അവരുടെ ഈ പ്രോസസ്സ് ആകെ സിംപ്ലിഫൈ ചെയ്യുന്നത്. ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സംരംഭക സമൂഹം തന്നെ വിശ്വാസത്തിലെടുത്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ പൊതുമണ്ഡലത്തിലും പ്രതിഫലിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് ഗവൺമെന്റ്, പ്രതിപക്ഷം, സംരംഭക സമൂഹം, മാധ്യമങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു പ്രവർത്തനം നടത്തിയാൽ കേരളം ഒരു 15 വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഹൈടെക് മാനുഫാക്ചറിങ്ങിന്റെയും നോളജ് ഇൻഡസ്ട്രീസിന്റെയും പ്രധാനപ്പെട്ട ഒരു ഹബ്ബായി മാറും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് പിന്തുണ നൽകുന്ന എല്ലാവരും ഈ നാടിന് നൽകുന്ന ഒരു പിന്തുണയായി തന്നെ കാണേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്കൾക്ക് നല്ല തിരക്കിൻ്റെ ദിവസമാണെന്ന് എനിക്കറിയാം. ഉദ്ഘാടനത്തിന് അധികം സമയമില്ല. അപ്പോൾ താങ്കൾ മുന്നോട്ട് പോവുക. കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു വഴികാട്ടിയാകുന്ന ദിവസമാകട്ടെ ഇന്നും നാളെയും എന്ന് നമ്മൾ ആശംസിക്കുന്നു. എല്ലാവിധമായ 24 പിന്തുണയും ഈ സംരംഭത്തിനുണ്ടാകും. താങ്ക് യു ശ്രീ പി രാജീവ്. വളരെയധികം നന്ദി. SK. ഓക്കെ, താങ്ക് യു. നമുക്കിനി അവിടെ കാണാം. താങ്ക് യു.